നമസ്കാരം. ഡൈസ് TV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പച്ചക്കറി തൈ നടലിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി നിർവഹിച്ചു. ചാവക്കാട് കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർ ആശുപത്രി. തോട് റോഡാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. കുന്നംകുളത്ത് വീണ്ടും മോഷണം. അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 30,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കണ്ണൂർ സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്ത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പച്ചക്കറി തൈ നടലിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി നിർവഹിച്ചു. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളിയുടെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈ നടൽ നടന്നു. പള്ളി അങ്കണത്തിൽ വെച്ച് നടന്ന തൈ നടൽ ചടങ്ങ് വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ വികാരി ഫാദർ സൈമൺ, പള്ളി കമ്മിറ്റി സെക്രട്ടറി ശ്രീ റെജിമാൻ, കമ്മിറ്റി അംഗങ്ങളായ ശ്രീ റെഡ്സൺ റോയ്, PM സക്രിയ, മർത്തമറിയം വനിതാ സമാജം അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പച്ചക്കറി കൃഷിത്തോട്ടം നിർമ്മിച്ച് വിഷരഹിത പച്ചക്കറികൾ ഉണ്ടാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ചാവക്കാട് കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർ ആശുപത്രി. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം സെക്രട്ടറി മണത്തല അറക്കൽ മിഥുൻ, പ്രവർത്തകനായ ബേബി റോഡ് കൊട്ടലിങ്ങൽ ഷാക്കിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഐ ഗ്രൂപ്പുകാരാണ് ഇരുവരും. മിഥുന്റെ വലത് കാലിനും ഷാക്കിറിന്റെ ഇടത് കൈക്കുമാണ് പരിക്കേറ്റത്. വടിവാൾ വീശുന്നതിലൂടെ മിഥുന്റെ പുറത്ത് സാരമല്ലാത്ത പരിക്കേറ്റു. ഇരുവരും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് KSU ജില്ലാ ജനറൽ സെക്രട്ടറിയും എ ഗ്രൂപ്പുകാരനുമായ AS സാറൂഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ സറൂഖിനെ റിമാൻഡ് ചെയ്തു. സറൂഖ് ഉൾപ്പെടെ 7 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. ഞായറാഴ്ച രാത്രി 10:30 സംഭവം. തിരുവത്ര ബേബി റോഡിന് സമീപം പരപ്പിൽ താഴത്ത് സംസാരിച്ച് നിൽക്കുകയായിരുന്ന മിഥുനെയും ഷാക്കിറിനെയും ഇരുമ്പ് പൈപ്പുകളും വടിവാളുകളുമായി എത്തിയ 7 സംഘം ആക്രമിച്ചുവെന്നാണ് പോലീസ് കേസ്. തുടർന്ന് ഇരുവരുടെയും ബൈക്കുകൾ തല്ലി തകർക്കുകയും പാടത്തേക്ക് തള്ളിയിടുകയും ചെയ്തു. സറൂഖിന്റെ നേതൃത്വത്തിലാണ് തങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതെന്ന് പരിക്കേറ്റവർ പോലീസിനെ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സറൂഖിനെ അറസ്റ്റ് ചെയ്തത്. ബേബി റോഡ് സ്വദേശികളായ റഫീഖ്, ഫൈസൽ, അസ്ലം എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന മറ്റ് 3 പേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ സറൂഖിന് സംഭവവുമായി ബന്ധമില്ലെന്നും കേസിൽപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായി കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്നും എ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിച്ചു. തോട് റോഡാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. വർഷക്കാലത്ത് വെള്ളമൊഴുകി പോകുന്ന കാൽനടക്കാർ സഞ്ചരിക്കുന്ന തോട് റോഡാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭാ ചെയർപേഴ്സണും അധികാരികൾക്കും നിവേദനം നൽകി. നഗരസഭ കാവിലക്കാട് 33-ാം വാർഡിൽ കമ്പിപ്പാലം തോടിനറ്റത്ത് താമസിക്കുന്ന 20 കുടുംബങ്ങളാണ് തോട് റോഡാക്കി സഞ്ചാരം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരിക്കുന്നത്. വാർഡ് കൗൺസിലർ BJPയിലെ സന്ധ്യ പ്രഭുവിന്റെ വീട് വരെ തോട് റോഡാക്കി ടാർ ചെയ്തിരുന്നു. കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ തോട് പൂർണ്ണമായും റോഡാക്കി ടാർ ചെയ്യണമെന്ന് കൗൺസിലർ ഉറപ്പ് നൽകിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിലും വാർഡ് കൗൺസിലർ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. തോടിന് ഇരുവശങ്ങളിലും കാന കെട്ടി റോഡ് ഉയർത്തി ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളത്ത് വീണ്ടും മോഷണം. അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 30,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്നു. വീട് പൂട്ടി പ്രാർത്ഥനയ്ക്ക് പോയ തക്കം നോക്കി വീട്ടിൽ കയറി അലമാരയിൽ നിന്ന് 30,000 രൂപയും 2 സ്വർണ്ണക്കമ്മലുകളും മോഷ്ടിച്ച കേസിൽ കുടുംബത്തിലെ ബന്ധു അറസ്റ്റിലായി. ആനായിക്കൽ കിടങ്ങൻ ജോബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 14-ന് കുന്നംകുളം ആനായിക്കൽ കക്കയം കിടങ്ങൻ അപ്പലോസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ സ്ത്രീകൾ രാവിലെ വീട് പൂട്ടി പ്രാർത്ഥനയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോഴാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയുടെ 30,000 രൂപയും വീട്ടുകാരുടെ 2 കമ്മലുകളും കാണാതെ പോയത്. വീട് പൂട്ടി ഗ്രില്ലിന്റെ സമീപത്ത് വെച്ചിരുന്ന താക്കോലെടുത്താണ് വീട്ടിൽ വന്ന ബന്ധുവായ ജോബി പണവും കമ്മലുകളും മോഷ്ടിച്ചത്. മോഷണത്തിനോടൊപ്പം സംശയം തോന്നിയ ജോബിയെ കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തുവന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
മൂലേപ്പാ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പാ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പാ ടെക്സ്റ്റൈൽസ്, വൺവേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, Dindigul. Stone distributor, Roja Agencies, Kunnamkulam. Phone 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കണ്ണൂർ സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണവും സ്വർണവും തട്ടിയെടുക്കുകയും ചെയ്ത കേസിൽ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ വെള്ളാട്ട് മേട്ടക്കൽ ഗോവിന്ദന്റെ മകൻ ബൈജു ആണ് പിടിയിലായത്. കുന്നംകുളം റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ മാനേജറായി ജോലി ചെയ്യുകയായിരുന്ന ബൈജു ഇവിടത്തെ ജീവനക്കാരിയായ പെരുമ്പിലാവ് സ്വദേശിനിയായ യുവതിയുമായി പ്രണയത്തിലാവുകയും ഈ ബന്ധം മറ്റുള്ളവർ അറിയാതിരിക്കാൻ യുവതിയെ കൊണ്ട് സ്വയം രാജിവെപ്പിക്കുകയും ചെയ്തു. വിവാഹിതയും 2 കുട്ടികളുടെ മാതാവുമായ യുവതി ഭർത്താവുമായി പിണങ്ങി കുടുംബ കോടതിയിൽ കേസ് നടത്തി വരികയായിരുന്നു. ബൈജു വിവാഹം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതിനാൽ വിവാഹമോചനത്തിന് ഹർജി നൽകുകയും ചെയ്തു. യുവതിയുടെ കൂടി അറിവോടെ ഇയാൾ പെരുമ്പിലാവിലുള്ള വീട്ടിൽ യുവതിക്കൊപ്പം താമസമാക്കുകയും യുവതിയിൽ നിന്ന് 3 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. 3.5 വർഷത്തോളം യുവതിയുമായി അടുപ്പത്തിൽ കഴിഞ്ഞ ഇയാൾ പിന്നീട് കണ്ണൂരിലേക്ക് തിരിച്ചു പോവുകയും മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഇയാൾ തിരിച്ചു വരാത്തതിനെ തുടർന്ന് യുവതിക്ക് നൽകിയ വിലാസത്തിൽ അന്വേഷിച്ചു പോയെങ്കിലും തെറ്റായ വിലാസമായിരുന്നു ഇയാൾ നൽകിയതെന്ന് ബോധ്യമായി. തുടർന്ന് ഇയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ വഴി യുവതി നടത്തിയ അന്വേഷണത്തിലാണ് വിലാസവും മറ്റും തിരിച്ചറിഞ്ഞത്. കുന്നംകുളത്ത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നവകേരള മിഷൻ പദ്ധതി പ്രകാരം ഓഗസ്റ്റ് 15 നടപ്പിലാക്കുന്ന മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം സമഗ്ര ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളത്ത് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കാത്ത ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവയുടെ ലൈസൻസുകൾ സെപ്റ്റംബർ 15 ശേഷം റദ്ദാക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മുനിസിപ്പൽ ചട്ടം A, B എന്നിവയുടെ ഭാഗമായി സ്ഥാപനങ്ങൾ ജൈവ, അജൈവ മാലിന്യങ്ങൾ 2ആയി തരംതിരിക്കണം. ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. അജൈവ മാലിന്യങ്ങൾ നഗരസഭ ശേഖരിക്കും. അജൈവ മാലിന്യ സംസ്കരണത്തിന് 8 ലക്ഷം രൂപ ചെലവഴിച്ച് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ യന്ത്ര സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയതായി ഹെൽത്ത് സൂപ്പർവൈസർ സുബ്രഹ്മണ്യനും ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ സത്താറും പറഞ്ഞു.
സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി അജൈവ മാലിന്യം കണ്ടെത്താനായി വീടുകൾ തോറും സർവേ നടത്തും. വാർഡുകൾ തോറും രൂപീകരിച്ചിട്ടുള്ള ശുചിത്വ സമിതികളുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം നടത്തുന്നത്. ഓരോ വീടുകളിലും അജൈവ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് വിശദമായ പരിശോധനാ പഠനം നടത്തും. ഓഗസ്റ്റ് 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് ഗൃഹസന്ദർശനങ്ങൾ നടത്തുക. സന്ദർശനത്തോടെ ബോധവൽക്കരണവും ഒപ്പം നടത്തുന്നതാണ്. ഇതിനുശേഷം വിശദമായ സർവേ റിപ്പോർട്ട് തയ്യാറാക്കും. ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ വാർഡ് തല ശുചിത്വ മിഷനെ നഗരസഭ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കും. വിപണി അടയ്ക്ക പഴയത് 4250 രൂപ മുതൽ 4270 രൂപ വരെ, പുതിയത് 4250 മുതൽ 4601 രൂപ വരെ, രണ്ടാം തരം 2950 രൂപ മുതൽ 3400 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്യോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പച്ചക്കറി തൈ നടലിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി നിർവഹിച്ചു. ചാവക്കാട് കോൺഗ്രസിലെ വിവിധ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 2 പേർ ആശുപത്രി. തോട് റോഡാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. കുന്നംകുളത്ത് വീണ്ടും മോഷണം. അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 30,000 രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കണ്ണൂർ സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്ത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.